1993 മെയ് 23 അർദ്ധരാത്രി ഫ്രാൻസിലെ ഏതോ ഒരു വിജനമായ വനമേഖല. മുഖംമൂടിയ ഒരാൾ ആരും കാണാതെ നിലം കുഴിച്ച് ഒരു വെങ്കല മൂങ്ങയെ നിധി പോലെ കുഴിച്ചിടുന്നു. എന്നിട്ട് അയാൾ ലോകത്തോടായി പ്രഖ്യാപിച്ചു, ഈ കാണാതായ വെങ്കല മൂങ്ങയെ തപ്പിയെടുക്കുന്നവന് ഞാനൊരു യഥാർത്ഥ നിധി തരാം. തങ്കത്തിലും പ്ലാറ്റിനത്തിലും തീർത്ത വജ്രങ്ങൾ പതിച്ച സ്വർണ്ണ മൂങ്ങ. ഇന്നത്തെ മൂല്യം 1/2 മില്യൺ യൂറോയിലധികം, അതായത് 5 കോടിയിലധികം രൂപ. 31 വർഷങ്ങൾ, അതെ 3 പതിറ്റാണ്ടുകളോളം ലോകത്തിലെ ആയിരക്കണക്കിന് ആളുകൾ കാടുകളും മേടുകളും തോണ്ടി നടന്നു. പക്ഷെ ആ കുഴിച്ചിട്ട സ്ഥലം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. മാക്സ് വാലൻ എന്ന എഴുത്തുകാരനാണ് ഈ മാസ്റ്റർ പ്ലാനിന് പിന്നിൽ. ആ നിധിയിരിക്കുന്ന സ്ഥലം കണ്ടെത്താൻ അയാൾ പുറത്തിറക്കിയത് ഒരു പുസ്തകമാണ്, ഓൺ ദ ട്രെയിൽ ഓഫ് ദ ഗോൾഡൻ ഓൾ. ഇതിൽ 11 സങ്കീർണമായ കോഡുകളും അതിവിചിത്രമായ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഈ 11 ക്ലൂകളും കൃത്യമായി സോൾവ് ചെയ്താൽ ഫ്രാൻസിന്റെ മാപ്പിൽ ഒരു പ്രത്യേക സ്ഥലം കിട്ടും. അവിടെ കുഴിച്ചാൽ മാത്രമേ നിധി ലഭിക്കൂ. പക്ഷെ കളി അവിടെയും തീർന്നില്ല. പസിലുകൾ അത്ര ലളിതമായിരുന്നില്ല. ആസ്ട്രോണമി, കെമിസ്ട്രി, ഫ്രഞ്ച് ഹിസ്റ്ററി, സങ്കീർണമായ ഗണിതശാസ്ത്രം എല്ലാം കൂട്ടിയിണക്കിയ പക്ക ബ്രെയിൻ ഗെയിം. ആളുകൾ ഭ്രാന്തി പിടിച്ചതുപോലെ ഈ നിധിക്ക് നെട്ടോട്ടമോടി. അവരെ ഓളേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. ചിലർ സ്വന്തം ജോലി രാജിവെച്ച് നിധി തിരയാനിറങ്ങി. ചിലർ കുടുംബം ഉപേക്ഷിച്ചു. ആളുകൾ രാത്രികളിൽ കാടുകളിൽ പോയി സ്വന്തം റിസ്കിൽ മണ്ണെടുക്കാൻ തുടങ്ങി. പലരും കാട്ടിൽ വഴിതെറ്റി അപകടത്തിൽപ്പെട്ടു. ചിലർ തമ്മിലടിച്ചു. ഈ തിരച്ചിലിനിടയിൽ മാക്സ് വാലന്റിന് ആയിരക്കണക്കിന് ഭീഷണി സന്ദേശങ്ങൾ വന്നു. ആളുകൾ അയാളുടെ വീടിനു മുന്നിൽ തമ്പടിച്ചു. താൻ ഉണ്ടാക്കിയ ഈ വിചിത്ര കളി ലോകത്തെ ഇത്രയധികം ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് മാക്സ് പോലും കരുതിയിട്ടുണ്ടാവില്ല. കാലങ്ങൾ കടന്നുപോയി. 2009 ആ രഹസ്യത്തിന്റെ ഉത്തരം തന്നിൽ മാത്രം സൂക്ഷിച്ച് മാക്സ് വാലൻ പെട്ടെന്ന് മരണപ്പെട്ടു. അതോടെ ആ നിധി എന്നേക്കുമായി മണ്ണിനടിയിൽ കുടുങ്ങി എന്ന് ലോകം കരുതി. കാരണം ആ നിധി കുഴിച്ചിട്ട സ്ഥലം മാക്സിന് മാത്രമാണ് അറിയാമായിരുന്നത്. പസിലുകൾ സോൾവ് ചെയ്യാൻ ആളുകൾ കമ്പ്യൂട്ടറുകളും AI പോലും ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിട്ടും ഉത്തരം മാത്രം കിട്ടിയില്ല. എന്നാൽ ഒടുവിൽ കഥയിലൊരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചു. കൃത്യം 31 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2024 ഒക്ടോബറിൽ ആരോ ആ രഹസ്യക്കോഡ് ബ്രേക്ക് ചെയ്ത് ആ വെങ്കല മൂങ്ങയെ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്തു. അതെ, 31 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ഗോൾഡൻ ഓൾ സ്വന്തമാക്കിയത് ആരാണെന്ന് സംഘാടകർ പുറത്തുവിട്ടിട്ടില്ല. ഭൂമിയിൽ കുഴിച്ചിട്ട ഒരു കുഞ്ഞു നിധിക്ക് വേണ്ടി 31 വർഷം ഒരു ലോകം മുഴുവൻ കാടുകയറിയത് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇതുപോലൊരു അവസരം കിട്ടിയാൽ ഈ നിധി തേടി നിങ്ങളും കാടുകയറുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തൂ.